ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ മത്തിയാണ്. ഇത് നമുക്ക് വെട്ടി കഴുകി ഇന്ന് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇത് നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയിട്ട് നമുക്കിത് കഴുകിയിട്ട് വരാം കേട്ടോ. How did the process of the അപ്പോൾ ഇത് കുറച്ച് വലിയ മത്തിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഓരോന്നോരോന്നായി മുഴുവൻ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ നമുക്കിത് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെല്ലാം സാധനം വേണമെന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് എടുക്കാം, ഒരു 5-8 കുഞ്ഞുള്ളി, ഒരു 5-10 വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെക്കാൻ വേണം കേട്ടോ. ഇനി ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. കുരുമുളകും, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി കഷ്ണാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഉലുവ പൊട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച ആ മിക്സ് ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ച് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നമുക്ക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മത്തിക്ക് അങ്ങനെ മുട്ടയൊന്നുമില്ല കേട്ടോ. ഇത് നല്ല നെയ്യുള്ള മത്തിയാണ്. അതുകൊണ്ട് ഇത് കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ കുതിർത്ത് വെച്ച കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലെ പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങുന്നത് വരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പുളിയും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി, തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ.
ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് മീൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒരുവിധം കറി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചോറെടുക്കാം കേട്ടോ. ഇതിലേക്ക് കറിയൊക്കെ വിളമ്പി വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.